നിനക്കെന്താ ഇവിടെ പണി? അമ്മയ്ക്ക് എന്താ ഇവിടെ പണി? ഏയ്, ഞാൻ വെറുതെ ഇങ്ങനെ. മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? അമ്മ എനിക്ക് അറിഞ്ഞൂടെ? അല്ല, എന്താ ഉദ്ദേശം? നീ പോടി അവിടുന്ന്. ഞാനിതൊക്കെ ഒന്ന് വെറുതെ എടുത്ത് നോക്കിയതാ. എങ്കി കൊള്ളാം. അവളുള്ളപ്പോ ഇതൊന്ന് കാണാൻ പോലും കിട്ടുവോ? അടച്ചുപൂട്ടി വെച്ചിരിക്കല്ലേ? കണ്ടോ എന്ത് ഭംഗിയുള്ള മാലയെ നോക്ക്, മുളന്നിട്ടേ. മോക്ക് നല്ല ഭംഗിയുണ്ട്. പറഞ്ഞിട്ടെന്താ, ചേച്ചിയുടെ അല്ലേ? ഓ, അതിലിപ്പോ എന്താ, കൊറേ ഉണ്ടല്ലോ. ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്താൽ തന്നെ പെട്ടെന്നൊന്നും ആരും അറിയാൻ പോണില്ല. വേണ്ട, ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു കോലാഹലം വേണ്ട. അതൊന്നും സാരമില്ല. ഇവിടെ ഒന്നും ഇട്ടോണ്ട് നടക്കണ്ടെന്നേ ഉള്ളൂ. എടുത്തു വെച്ച പലയിടത്തും പോകുമ്പോഴാം. വെറുതെ ഇങ്ങനെ കെട്ടിപ്പൊട്ടി വെച്ചിട്ടെന്താ, ആർക്കും ഒരു ഉപകാരമില്ലാതെ. അവളെന്തെങ്കിലും ചോദിച്ചാ അറിയില്ലാന്ന് പറഞ്ഞാ മതി. ഇതുപോലത്തെ എത്ര എണ്ണം അവളെ വീട്ടിൽ കാണും. എന്നിട്ടാ നിനക്ക് ഫീസ് അടക്കാൻ പോലും നിന്റെ ഏട്ടന്റെ കൈ പൈസ ഇല്ലാത്തത്. അവരുടെ വീട്ടിലുണ്ടായിട്ട് എന്താ കാര്യം? ഏട്ടൻ ചോദിക്കില്ല. ദുരഭിമാന ഏട്ടന്. അവരുടെ മുമ്പിൽ താൻ വലിയ ആളാന്ന് തെളിയിക്കണം. എന്നാ കയ്യിലിടുന്ന അയാ പൈസ ഇല്ലതാനും. അത് തന്നെ അവന്റെ കുഴപ്പം. ഉത്തരത്തുള്ള എടുക്കുകയും വേണം, കക്ഷത്തുള്ള പോവാനും പാടില്ല. അത് നടക്കുവോ? മോള് ഇപ്പൊ അമ്മയുടെ അടുത്ത് തന്നേക്ക്. എവിടെയെങ്കിലും പോകുമ്പോ അമ്മ തരാട്ടോ. മോളുടെ ക്ലാസ് മുടങ്ങിയല്ലേ? അത് സാരമില്ല. കല്യാണി പിന്നെ എന്തെങ്കിലും പറഞ്ഞോ മോളോട്? ഇല്ല. ഇതൊക്കെ ആലോചിച്ച് അച്ഛന് നെഞ്ചുവേദന. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത്? കണക്കൂട്ടലുകളൊക്കെ ഇങ്ങനെ തെറ്റുമ്പോ ഓരോന്ന് ആലോചിക്കേണ്ടി വരിക. തനിക്കും ബുദ്ധിമുട്ടായി അല്ലേ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? തൽക്കാലം കുറച്ച് കുറവുണ്ട് എന്ന് പറയാം. ഇനി എപ്പോഴാ? ചേച്ചി അമ്മയോട് പോയി? അവരിന്ന് വീട്ടിൽ പോയതാ. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു.
മനസ്സിന് വിഷമം തട്ടുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ പാടില്ല എന്നാണ് ഡോക്ടറുടെ കൽപ്പന. പക്ഷെ എങ്ങനെയാ എനിക്കതിന് കഴിയുന്നേ? ആരുടെയെങ്കിലും മുമ്പിൽ മനസ്സൊന്ന് തുറന്നാ ചിലപ്പോൾ ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷെ എന്തു ചെയ്യും? അതിനും കഴിയുന്നില്ലല്ലോ. കുറേയൊക്കെ എനിക്കും അറിയാവുന്നല്ലേ മാഷേ. അതൊന്നും ഓർത്ത് ഇനി വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. കഴിഞ്ഞതിനെ കുറിച്ചല്ലടോ, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ. എന്തായാലും ഇതുവരെ സംഭവിച്ചതെല്ലാം അബദ്ധങ്ങളായിരുന്നു. ഒരുപക്ഷെ അതൊരു സ്വാർത്ഥതയുടെ ഫലമാവാം. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതിനൊക്കെ ഞാൻ കൊടുത്ത അർത്ഥങ്ങളെല്ലാം വേറെയായിരുന്നു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? മതി, അധികം സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ശരിയാ, മാഷ് അധികം സ്ട്രെയിൻ എടുക്കണ്ട. ഞാൻ ഇറങ്ങാം. ആ നിക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. മക്കളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഇതുവരെ എതിര് നിന്നിട്ടില്ല. നിങ്ങൾക്കും ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുവദിച്ചു തരുമ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനവും വളരെ ആലോചിച്ച് തന്നെ ആവണം. അങ്ങനെ ശരിയായ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ അതിനൊരു തടസ്സമാവില്ല. ഇനിയെല്ലാം നിങ്ങളുടെ തീരുമാനം. അതെന്തായാലും നല്ലതിനാവട്ടെ. കൃഷ്ണകുമാർ പോയിക്കോളൂ. വരട്ടെ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. മോനെ, എന്താ സാറാമ്മേ, നിനക്കിപ്പോ സന്തോഷമായല്ലോ? അതാ പറഞ്ഞത്, കൊണ്ടുവരുമെന്ന് പറഞ്ഞാ ഈ ഞാൻ കൊണ്ടുവന്നിരിക്കും. നിനക്ക് ആദ്യം സംശയമല്ലായിരുന്നോ കോടതി വിട്ടു തരുമെന്ന്? കോടതി വിട്ടു തന്നു, നീ എടുത്തോ. അല്ലടാ കരണ? പിന്നല്ലാതെ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചു. കൂടെ നിൽക്കാൻ പറഞ്ഞു, നിന്നു. ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയും ചെയ്തു. ഇനിയെല്ലാം നിങ്ങളുടെ കാര്യം. നീ അങ്ങനെ പറഞ്ഞോളയല്ലേ കരണ. താനും വക്കീലും ഒക്കെ കൂടെ നിന്നത് കൊണ്ടാണ് ഞാൻ ഈ ഗോൾ അടിച്ചത്, അതെനിക്കറിയാം. പക്ഷേ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല നമ്മുടെ കളി. ശരി ശരി ശരി, ഞാനിപ്പോഴത്തെ മൂഡ് കളയുന്നില്ല. അല്ല, മോനെ കിട്ടിയപ്പോ ഞങ്ങളെല്ലാം ഇനി പുറത്തു നിന്നാ മതിയോ? അവളതൊക്കെ അങ്ങ് മറന്നുപോയടാ കരണ. ഏയ് മറന്നൊന്നുമല്ല. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇങ്ങനൊരു ദിവസത്തിനായി ഞാൻ നോമ്പെത്ര നോറ്റെന്നറിയോ? കർത്താവിന് സ്തുതി. കർത്താവിനൊക്കെ സ്തുതി പിന്നെ പറയാം. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തു ചെല്ല്. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നോമ്പ് കുറെ നോറ്റെന്ന് സാറാമ്മ പറഞ്ഞപ്പോ കോടതിയിലെ കാര്യമാണ് ഞാൻ ഓർത്തത്. എന്താടോ? ഒരു പരിധി കഴിഞ്ഞപ്പോ സംഗതി കൈവിട്ട് പോകുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നില്ല എതിർവാദം. എന്നാലും നമ്മൾ തന്നെ ജയിച്ചില്ലേ? ജയിച്ചു, പക്ഷേ തൃപ്തി കുറവ് അല്ലേ വക്കീൽ സാറേ? എനിക്കിപ്പോഴും സംശയം ആ പ്രോസിക്യൂട്ടർ പ്രൊഫസറുടെ ആള് തന്നെയാണോ എന്ന്. അതിനൊരു സംശയം വേണ്ട വക്കീലേ, അതിന് പിന്നിൽ അയാൾ തന്നെയാ. ഇതോടുകൂടി ഒന്നും തീരുന്നില്ലല്ലോ. നമുക്ക് വേണ്ടത് ഇവനെയായിരുന്നു, അത് നമുക്ക് കിട്ടി. തൽക്കാലം അത്രയും ആലോചിച്ചാ മതി. അതെ, ബാക്കിയെല്ലാം പിന്നെ. അല്ല, ഇന്നത്തെ സന്തോഷം മുഴുവൻ ഈ വെള്ളത്തിൽ ഒതുക്കാനാണോ പ്ലാൻ? ഏത് വെള്ളം? മറ്റേ വെള്ളം. ഓ, മറ്റേ വെള്ളം, അത് വൈകിട്ട്. എന്നാ പിന്നെ വൈകിട്ട് കാണാം. ഓ, അല്ല
അതെന്ത് പോക്കാ? വല്ലതും കഴിച്ചിട്ട് പോയാ പോരെ? സമയം ഇല്ലാത്തോണ്ടാ ചായ, ഞങ്ങൾക്ക് വേറെ അത്യാവശ്യമുണ്ട്. എന്നാ പിന്നെ പോക്കോ. പക്ഷെ വൈകിട്ട് എല്ലാരും എത്തണം. ഓക്കെ ശരി. അല്ല, മോനൊന്നും കഴിച്ചില്ലല്ലോ. ഞാനതങ്ങ് മറന്നു. എടി സാറാമായി പോയി ആഹാരം എടുത്തു വയ്ക്കണേ. അല്ല, അവളിവിടെ ഇല്ലേ? ആലീസ് ഇല്ലേ ഇവിടെ? എന്താ മമ്മി, അവളിവിടെ ഇല്ലേ? ഉണ്ട്, മുകളിലുണ്ട്. അല്ല മോനെ, ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. അത് ശരിയല്ലല്ലോ. കാര്യം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതാ. എന്നാലും ഞാൻ അവളുടെ ലവിങ് ബ്രദർ അല്ലേ ഡാഡി? അല്ലേ മമ്മി? ആലവട്ടവും മെഞ്ചാമരും ഒന്നും വേണ്ട. ജസ്റ്റ് വന്ന് ഹലോ ഹായ് അതുപോലും കിട്ടില്ല എന്ന് വെച്ചാ ഇവളാരാ? കൊച്ചിയിലെ രാജകുമാരിയോ? നീ ഇനി വന്നേ മോനെ, നീ പെട്ടെന്ന് ആഹാരം എടുത്തു വെക്കടി. ഓ ഓക്കെ ഓക്കെ, ഞാൻ വരാം. ആദ്യം ഒരു നോക്ക് കണ്ടോട്ടെ ഞാൻ എന്റെ പൊന്നാര പെങ്ങളെ. എന്റെ ഉണ്ണി ഈശോയെ, അവൾ എന്തെങ്കിലും പറഞ്ഞാ ഈ സന്തോഷമൊക്കെ ഇപ്പൊ തീരും. ഓ, നീ ആ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. എന്താ മാഡം, തല പുകച്ചുള്ള ആലോചനയിലാണല്ലോ. എന്താടി, ഞാനിവിടെ വന്നത് നീ അറിയാഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ചിലപ്പോൾ കണ്ടും കാണും. എന്നാലും നീ ഇറങ്ങി വരിക, ഒരു ഷെയ്ക്ക് ഹാൻഡ്. എന്തൊക്കെയുണ്ടാ ജയിലിലെ വിശേഷം, സുഖമാണോടാ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ. എത്ര ഹാപ്പി ആയേനെ ഞാൻ. ഇതിപ്പോ എന്താടി, എന്തു പറ്റി? ഒന്നുമില്ല. കള്ളം എന്തോ ഉണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഗ്ലൂമി ആയിരിക്കില്ലല്ലോ. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്? ഇല്ലടാ, നത്തിങ്. രാവിലെ തുടങ്ങിയത് ഒരു തലവേദന, കിടക്കായിരുന്നു ഇത്രയും നേരം. അതിന്റെ ഒരു ക്ഷീണം കൂടി ഉണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? സോ സിമ്പിൾ. കം. എങ്ങോട്ട്? ബഹിരാകാശത്തോട്ട് മാടി. ഇല്ല, ഞാനില്ല. അപ്പോ നിനക്ക് തലവേദന മാറണ്ട, ക്ഷീണം മാറണ്ട. കം, എന്റെ കൂടെ ഇരുന്ന് അല്പം ഭക്ഷണം പ്ലീസ്. വേണ്ടടാ, എനിക്ക് വിശപ്പില്ല. വിശപ്പ് മാറ്റാൻ ആരാ പറഞ്ഞേ? എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി. വേണ്ട. വേണം. ഒന്നുമില്ലേലും നീണ്ട കാലത്ത് ജയിൽവാസത്തിന് ശേഷം വന്നല്ലേ മോളെ. ആകെയുള്ളൊരു പെങ്ങളുടെ കൂടെ ഇരുന്ന് അല്പം ഭക്ഷണം കഴിക്കണമെന്നൊന്ന് ആഗ്രഹിച്ചു പോയാൽ അത് തെറ്റാണോ? വേണ്ട, വില്യം പോയിക്കോളൂ. അപ്പോ നീ വരില്ല? എന്നാ മോളെ, നിന്നെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ. വാടി, നടക്കടി അങ്ങോട്ട്. വാടി പ്ലീസ് വില്യം, ഞാൻ വരുന്നില്ല. ഇങ്ങ് വരാൻ നിനക്കെന്താണ് ഇത്ര ജാട? ഞാൻ പറയുന്നൊന്ന് കേക്ക് വില്യം, പ്ലീസ്. ഒന്ന് അനങ്ങി നടക്കടി. നീ ഇവിടെ ഇരിക്കവിടെ. കണ്ടോ ഡാഡി, ഇറങ്ങി വരാത്തകളെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്ന്. മമ്മി വിളമ്പിക്ക്. ഇനിതാ ഇതുകൂടിയായ ഓക്കെ. വേണ്ട. കഴിക്കടി. എന്താ നിനക്ക് പറ്റിയത്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എന്താ നിനക്ക് പറ്റിയത്? പറയേ, നിനക്ക് എന്താ പറ്റിയത്? പറയാൻ പറയടി. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. പറയാൻ. ഒന്നുമില്ല മോനെ. ഒന്നുമില്ലാതെയാണോ അവളിപ്പോ വാഷ് ബേസിൽ വൊമിറ്റ് ചെയ്ത്? ആണോ? ഇതൊന്നും മനസ്സിലാവാതിരിക്കാൻ ഞാനൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല. പറയടി, ഞാൻ ഊഹിച്ച് ശരിയാണോ? ശരിയാണ്. അവൾ ഗർഭിണിയാണ്. ആരാ അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്തേന്നറിയണ്ടേ? ശിവൻ. ശിവൻ? അതെ, ശിവൻ. ഞാൻ ഈ കേട്ട സത്യമാണോ? എടിയാണോന്ന്?
കഷ്ടം. ഞാൻ എന്റെ പെങ്ങളെക്കുറിച്ച് ഇങ്ങനൊന്നുമായിരുന്നില്ല കരുതിയിരുന്നത്. അവൾക്ക് എങ്ങനെ ഇത്തരം ഒരു തെറ്റ് പറ്റിയത്? അതോ ആ ശിവനീന്ന്? എനിക്കറിയാം, അവൻ എന്നോടുള്ള വൈരാഗ്യം തീർത്തതാ. വിടില്ല ഞാൻ അവനെ. ഇനി ഒരിക്കൽ കൂടി ജയിലിലേക്ക് പോകാൻ എനിക്ക് വിധിയുണ്ടെന്ന് ഞാൻ കരുതും. എടാ മോനെ, ഡാഡി പറയുന്നൊന്ന് കേക്ക്. ഇങ്ങനെ ഒരു അവസരത്തിൽ എടുത്തിയാടി എന്തെങ്കിലും ചെയ്തു പോയാൽ? എന്താ ചെയ്തു പോയാൽ? നാണമില്ലല്ലോ ഡാഡിക്ക്. സ്വന്തം മകളുടെ വയറ്റിലുണ്ടാക്കിയവനോട് ക്ഷമിക്കണം പോലും. അല്ല, ക്ഷമ എന്ന വാക്ക് ഡാഡി എന്നാ പഠിച്ചത്? എല്ലാം അറിയുമ്പോ ഡാഡിയുടെ ക്ഷമയുടെ അർത്ഥം നിനക്ക് മനസ്സിലാവും. ഇല്ല, ശിവനോട് ക്ഷമിക്കണമെങ്കിൽ വില്യം ഒരിക്കൽ കൂടി ജനിക്കണം. കൊല്ലും ഞാൻ അവനെ. നിന്റെ ഈ എടുത്തയാട്ടോ കുഴപ്പം. അവനെ കൊന്ന അനാഥയാവുന്ന നിന്റെ പെങ്ങളാ. അതാദ്യം ചിന്തിക്ക്. ഒന്നുമില്ല, അവളുടെ വയറ്റിൽ ആ പിശാചിന്റെ സന്തതി വളരണ്ട. അത് അബോർട്ട് ചെയ്യണം. എന്നിട്ട് അവൾക്ക് മറ്റൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ എന്തിനാ അവൻ? ഒന്നും നടക്കില്ല. ഇതൊക്കെ ഞങ്ങളും ആലോചിച്ചതാ. പക്ഷേ എന്ത് പക്ഷേ? അബോർട്ട് ചെയ്താൽ നിന്റെ പെങ്ങൾ ചത്തുപോകുമെന്ന് ഡോക്ടറാ പറഞ്ഞത്. എന്താ അറിഞ്ഞുകൊണ്ട് നിന്റെ പെങ്ങളെ ഞങ്ങൾ കൊലയ്ക്ക് കൊടുക്കണോടാ? ഞങ്ങൾ നോക്കിയിട്ട് ഒരേ ഒരു മാർഗം ശിവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാ. എന്നിട്ടെന്താ അവളെ അവന് കെട്ടിച്ചു കൊടുക്കുക? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? അതേ നടക്കൂ. ഞങ്ങളുടെ മാത്രമല്ല, അവളുടെ തീരുമാനം അത് തന്നെയാ. എന്താ മനസ്സിലായില്ലേ? ഹലോ, മകനെ പുറത്തിറക്കിയതിന്റെ ആഘോഷത്തിലായിരിക്കും അല്ലേ? നിങ്ങളാരാ? എന്താ മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ ഈ ശബ്ദം പോലും മറന്നുപോയോ? ഓ, നീയോ? ഇപ്പൊ എന്താ നിനക്ക് വേണ്ടത്? എന്തായാലും എന്റെ കൺവെട്ടത്ത് നിൽക്കാൻ നിനക്ക് ഈ ജന്മം കഴിയില്ല. അതിനുള്ള ധൈര്യവും നിനക്കില്ല. പക്ഷേ ഒരിക്കലെങ്കിലും വന്നല്ലേ പറ്റൂ. വരാം ഞാൻ. ഇപ്പൊ വിളിച്ചത് തന്റെ മകൻ എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്ന് തനിക്ക് തോന്നുന്നുവെങ്കിൽ അതിന് വേണ്ടെന്ന് പറയാനാ. ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ. സുപ്രീം കോർട്ടുണ്ട്. വേണ്ടി വന്നാൽ അവിടെയും പോകും തന്റെ മകനെ എന്നേക്കുമായി കെട്ടിപ്പൂട്ടാൻ. ആരാ ഡാഡി? അവൻ തന്നെ, ആ തന്തയില്ലാത്ത അജ്ഞാതൻ. കളിക്കുക അവൻ ശരിക്കും. അവനെ കൊണ്ട് കളിപ്പിക്കുക ആ പ്രൊഫസർ റാസ്കൽ. ആ പ്രൊഫസർ മേനോൻ കിടക്കുന്ന റൂം ഏതാ? റൂം നമ്പർ 204. വാ. കിടന്നോ? താനീ കിടപ്പ് കിടന്നോ? ചിലപ്പോ കാലാകാലത്തോളം കിടക്കേണ്ടി വരും ഇതുപോലെ. പിന്നെ ഞങ്ങളിപ്പോ തന്റെ വീട്ടിൽ നിന്നുള്ള വരവാ. അവിടെ ചെന്നപ്പോ അയൽവക്കത്തുള്ളവർ പറഞ്ഞു താനും കുടുംബവും വീടും പൂട്ടി ഇങ്ങോട്ട് സുഖവാസത്തിന് പോന്നിരിക്കാന്ന്. നേരെ ഇങ്ങോട്ടിങ്ങ് പോന്നു. അല്ല, എന്ത് പറ്റിയടോ പ്രൊഫസറെ ഈ കിടപ്പിങ്ങനെ കിടക്കാൻ? പക്ഷേ അലക്സാണ്ടർക്ക് കാണേണ്ടത് ഈ കിടപ്പല്ല. അത് ഞാൻ വേറൊരിക്കൽ കണ്ടോളാം. അലക്സാണ്ടർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തന്നെ ഒന്ന് കാണാൻ, അല്പം സംസാരിക്കാൻ. എന്താ ബുദ്ധിമുട്ടായോ തനിക്ക്? ഇതൊരു ഹോസ്പിറ്റലാ. അപ്പുറത്തും ഇപ്പുറത്തും ആളുകളുണ്ട്. വെറുതെ എന്തിനാ അവരെ കൂടി? എന്നാ വാടോ, നമുക്ക് സെമിത്തേരിയിലേക്ക് പോവാം. അവിടെ ആവുമ്പോ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുകയില്ല. എന്താ താൻ വരുന്നോടോ? ഇവിടെ ഒന്നെങ്കിലും ബഹളം വയ്ക്കരുത്. വയ്യാതെ കിടക്കുന്ന ഒരാളാ. അധികം സംസാരിക്കാൻ പോലും പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കരയേണ്ട പെങ്ങളെ, ഇതുപോലൊരു കരച്ചില് എന്റെ വീട്ടിൽ നടന്നതാ. ഇവനെ ഓർത്ത്, താൻ ജയിലിൽ കയറ്റിയ എന്റെ മകൻ ഈ വില്യമിനെ ഓർത്ത് ഇവന്റെ തള്ള ഒരുപാട് കരഞ്ഞു. അത് താൻ കണ്ടില്ല. പക്ഷെ ഇപ്പതാ തന്റെ ഭാര്യ. ഇതൊരു കളിയാടോ, കർത്താവിന്റെ ഒരു കളി.
കണക്കുകളൊന്നും തീർന്നിട്ടില്ല സാറേ. ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന കണക്കുകളല്ലല്ലോ അത്. തീർക്കാം നമുക്ക്. ഓരോന്നായി എണ്ണി എണ്ണി തീർക്കാം. താൻ എന്താ കരുതിയ പ്രൊഫസറെ? ജീവിതകാലം മുഴുവനും ഞാൻ ജയിലിൽ തന്നെ കഴിയുമെന്നോ? അങ്ങനെ നീ ജയിലിൽ കിടക്കണമെങ്കിൽ ഈ അലക്സാണ്ടർ അല്ലാതായിരിക്കണം നിന്റെ തന്ത. ഞാൻ ഇറക്കിയതാടോ പ്രൊഫസറെ എന്റെ മോനെ. അറിയാവുന്ന സകല കളികളും കളിച്ചു ഇറക്കി ഞാൻ എൻ്റെ മോനെ. പക്ഷേ അതിനിടയിൽ താൻ ഒരു ഇടങ്കോലിട്ടു, ഒരിക്കൽ കൂടി എന്നെ എൻ്റെ മോനെയും തോൽപ്പിക്കാൻ. താനല്ലേടോ ഇവനെ ഇറക്കാനുള്ള റിട്ട് പരിഗണിച്ചപ്പോ എതിർവാദത്തിന് വക്കീലിനെ ഏർപ്പാടാക്കിയത്. എന്നിട്ട് എന്തായടോ? എന്തായടോ?